ശ്രീ സായി സച്ചരിതം ഹേമത് പാന്ത്. വിവർത്തനം സായിദാസ്. അധ്യായം 50. ഗീതാവിവരണം. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീ ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവ്വം അടിയൻ്റെ പ്രണാമം. എനിക്ക് മാനവ ശരീരം നൽകിയ മാതാപിതാക്കളോടുള്ള എൻ്റെ കടപ്പാട് എങ്ങനെ തീർക്കാനാകും? പ്രത്യേക ശാരീരിക ക്ലേശങ്ങളൊന്നുമില്ലാതെ ആരോഗ്യമുള്ള ശരീരം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെ ഞാൻ വീണ്ടും വീണ്ടും ഭക്തിപൂർവ്വം നന്ദിയോടെ സ്മരിക്കട്ടെ. എത്രയോ ജന്മങ്ങൾ നാം ജനിച്ചു കഴിഞ്ഞു. ആ ജന്മങ്ങളിലൊക്കെ നമുക്കും അച്ഛനും അമ്മയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനന മരണങ്ങളെ തടുക്കാൻ കഴിയുന്ന മാതാപിതാക്കൾ അത്യപൂർവം. പിതാവാണ് നമുക്ക് ഈ ശരീരം നൽകിയത്. പിതൃസ്ഥാനത്ത് ഒരാൾ മാത്രമല്ല നമുക്കുള്ളത്. ഉപനയനം നടത്തി നമ്മെ ശ്രേഷ്ഠമാർഗത്തിലേക്ക് നയിക്കുന്നയാൾ രണ്ടാമത്തെ പിതാവാണ്. വിദ്യ പകർന്നു നൽകി നമ്മെ നേരായ വഴിയിലൂടെ നയിക്കുന്നയാൾ മൂന്നാമത്തെ പിതാവാണ്. ആഹാരം നൽകി ശരീരം സംരക്ഷിക്കുന്നയാൾ നാലാമത്തെ പിതാവാണ്. ഇവരെക്കാളൊക്കെ ഉന്നത സ്ഥാനത്തുള്ളത് കരുണാമയനായ ജഗദ്ഗുരുവാണ്. അതിനേക്കാൾ വലിയൊരു പിതാവില്ല. അവിടുന്ന് തൻ്റെ തപശക്തിയാൽ സത്പുത്രന് ജന്മം നൽകുന്നു. അവനെ അനുഗ്രഹിച്ച് വളർത്തിയെടുത്ത് ഈശ്വര സാക്ഷാത്കാരത്തിന് പ്രാപ്തനാക്കുന്നു. സായീശ്വരൻ്റെ അമൃതകഥകൾ പറയുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നു. സായി ലീലകൾ പാപത്തെ ദഹിപ്പിക്കുന്നു. ഭക്തി സ്വയമേവ നമ്മെ തേടി വരുന്നു. നാം എത്രയൊക്കെ കഠിനതപം ചെയ്താലും ജപധ്യാനാദികൾ ശീലിച്ചാലും സദ്ഗുരുകൃപ നേടിയില്ലെങ്കിൽ അതെല്ലാം നിഷ്ഫലം. കഴിഞ്ഞ അധ്യായങ്ങളിലൊന്നിൽ ഗീതയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. സായിയുടെ ഉത്തമ ഭക്തനായ നാന ഗീതാശ്ലോകം ഉരുവിട്ടതും സായിനാഥൻ അതിൻ്റെ അർത്ഥം ചോദിച്ചതും വിവരിച്ചതുമെല്ലാം ഓർമ്മിക്കുന്നുവല്ലോ. നാന ശ്ലോകം അവ്യക്തമായി ചൊല്ലവേ സായീശ്വരൻ തൻ്റെ ഭക്തനെ നേർവഴി കാണിക്കാനായി തിരക്കി. നാന, നീ എന്താണ് പിറുപിറുക്കുന്നത്? അതോ വല്ലതും ഉരുവിടുകയാണോ? കുറച്ചു നേരമായി നീ പിറുപിറുക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ കാര്യം? എന്താ വ്യക്തമായി പറയാത്തത്? നാന, ഞാൻ ഗീതാശ്ലോകം ചൊല്ലുകയാണ് ബാബ. മറ്റാർക്കും അലോസരമാകേണ്ടെന്ന് കരുതി പതുക്കെ ചൊല്ലിയതാണ്. ബാബ, ഓ അങ്ങനെയോ, ശരി ശരി. ഏതായാലും എനിക്ക് വേണ്ടി കുറച്ച് ഉറക്കെ ചൊല്ലൂ. നീ എത്ര പഠിച്ചെന്ന് ഞാനും അറിയട്ടെ. സായിനാഥൻ്റെ കൽപ്പന സ്വീകരിച്ച് ആദരവോടെ നാന ഗീതാശ്ലോകം ചൊല്ലി. തദ്വിപ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനാ. ചൊല്ലിയ ശേഷം നാന വ്യാഖ്യാതാക്കൾ എഴുതിയിട്ടുള്ള അർത്ഥവും വിശദീകരിച്ചു. ബാബയെല്ലാം തലയാട്ടി കേട്ടു. പിന്നെ ചോദിച്ചു, നാന, മൂന്നാമത്തെ വരിയിൽ ജ്ഞാനികൾ നിനക്ക് ജ്ഞാനം ഉപദേശിക്കും എന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. ജ്ഞാനം എന്ന് പദം മുറിക്കാതെ അജ്ഞാനം എന്നാക്കി അർത്ഥം പറയൂ. നാന, ദേവ, മഹാജ്ഞാനികളായ ആദിശങ്കരൻ, ജ്ഞാനേശ്വരൻ, അനന്തഗിരി, ശ്രീധരൻ, മധുസൂദനൻ തുടങ്ങിയവർ അർത്ഥം നൽകിയത് ജ്ഞാനം എന്ന വിധത്തിലാണ്. ബാബ, സമ്മതിച്ചു. അവരെല്ലാം അങ്ങനെ അർത്ഥം പറയട്ടെ. ഞാൻ പറഞ്ഞ വിധം പദം മുറിച്ചിട്ട് അർത്ഥം പറഞ്ഞു നോക്കൂ. വിസ്മയകരമായ അർത്ഥം വല്ലതും കിട്ടിയാലോ? ഒന്ന് ശ്രമിക്കൂ. മോക്ഷം നേടണമെങ്കിൽ ജ്ഞാനം ഉദിക്കണം. ഈ അർത്ഥം ലോകം മുഴുവനും ആചാര്യപരമ്പരകൾ മുഴുവനും അംഗീകരിച്ചിട്ടുള്ള അർത്ഥമാണ്. അപ്പോഴാണ് ബാബ ജ്ഞാനമെന്ന് പദം മുറിക്കാതെ അജ്ഞാനമെന്നാക്കി അർത്ഥം പറയാൻ കൽപ്പിക്കുന്നത്. ഞാൻ എന്നത് പവിത്രവും പരിശുദ്ധവും നിത്യവും സർവവ്യാപിയുമാണ്. സർവജ്ഞനും നിത്യസാക്ഷിയുമാണ് ഞാൻ. ഞാൻ എന്നത് സമസ്ത ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന പരിശുദ്ധ അവബോധമാണെന്നും പറയാം. ഇങ്ങനെയുള്ള ഞാൻ ജ്ഞാനസ്വരൂപമാണ്, അജ്ഞാനമല്ല. അയം ആത്മാ ബ്രഹ്മ. ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു. പ്രജ്ഞാനം ബ്രഹ്മ, അറിവ് ബ്രഹ്മമാകുന്നു. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. യജുർവേദം തുടങ്ങിയ മഹാവാക്യങ്ങൾ ഞാൻ ആരെന്ന് വ്യക്തമായി അരുളുന്നു. ഇങ്ങനെയുള്ള ഞാൻ അജ്ഞനെന്ന്, നിസ്സാരനും നിർഭാഗ്യവാനുമെന്ന് കണക്കാക്കുന്നത് അവിദ്യ മൂലമല്ലേ, അജ്ഞത മൂലമല്ലേ? ഈ അജ്ഞാനത്തെയാണ് ഗുരുകൃപയാൽ മാറ്റേണ്ടത്. ഈ അജ്ഞാനം നീങ്ങുന്നതോടെ നമ്മിലുള്ള യഥാർത്ഥ ജ്ഞാനം പ്രകാശിക്കാൻ തുടങ്ങും. പരിശുദ്ധ ജ്ഞാനം നുകരണമെങ്കിൽ മോഹങ്ങൾ അകലുക തന്നെ വേണം.
മായയുടെ ബന്ധനങ്ങൾ അറ്റുപോകണം. ആശങ്കയും സംശയവും ജ്ഞാനിയെപ്പോലും കുഴപ്പത്തിലാക്കും. ഒരൊറ്റ തുള്ളി മോര് ചേർന്നാൽ മതി വലിയൊരു പാത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന പാൽ മുഴുവനും ഉറകൂടി പോകാൻ. അതുപോലെ ശുദ്ധജ്ഞാനം നിറഞ്ഞ മനസ്സിൽ അഹന്തയുടെ ഒരു കണിക ചേർന്നാൽ മതി, അത് മറഞ്ഞു പോകും. ശ്രീശുകനെ പോലുള്ള ബ്രഹ്മജ്ഞാനികൾ പോലും ഇത്തരത്തിൽ കുഴങ്ങിയിട്ടുണ്ടെന്ന് മറക്കരുത്. അതുകൊണ്ട് ആ അജ്ഞതയെ ആദ്യം അകറ്റണം. അതിന് ഗുരുകൃപ കൂടിയേ തീരും. ധനം, ഭൗതിക സുഖഭോഗങ്ങൾ, ഭാര്യ, പുത്രന്മാർ, ബന്ധുജനങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സദാ ശ്രദ്ധിച്ചു നടക്കുന്നവൻ ജ്ഞാനിയാണെങ്കിലും മായയുടെ പിടിയിലാണ്. സ്വന്തം നന്മ പോലും അയാൾക്ക് അറിയില്ല. ഇതെല്ലാം മായയുടെ രൂപങ്ങളെന്ന് അറിയുകയും അതിനോടുള്ള ഒട്ടൽ ഇല്ലാതാക്കുകയും ചെയ്യുക. അപ്പോഴാണ് അജ്ഞത അകലുന്നത്. അജ്ഞത അകലുമ്പോൾ ജ്ഞാനം വെളിപ്പെടും. മായ പിന്നെ ഒരുവനെ ഉപദ്രവിക്കില്ല. ശ്രീരാമചന്ദ്രൻ, ശ്രീകൃഷ്ണൻ എന്നീ അവതാര പുരുഷന്മാരുടെയും സനകാദികളായ ജ്ഞാനികളുടെയും പാദസേവ ചെയ്തവളാണ് മായ. ഞാൻ ഈ ശരീരമാണ് എന്ന ചിന്ത, ഈ ലോകം വേറെ, ഞാൻ വേറെ എന്ന ഭാവന, ഇതെല്ലാം അജ്ഞത മൂലമാണ്. ഇതെല്ലാം ഞാനാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് എന്നറിയുക. അതാണ് ജ്ഞാനം. ഗ്രന്ഥജ്ഞാനം നേടിയതുകൊണ്ട് ജ്ഞാനിയാകില്ല. വേദാനുശാസനങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഹൃദയം ശുദ്ധീകരിക്കാനായില്ലെങ്കിൽ അവൻ അജ്ഞാനി തന്നെ. അവൻ്റെ പഠിപ്പെല്ലാം അവനൊരു ഭാരം മാത്രം. നാം വളരെ കരുതിയിരിക്കണം. വാക്ക്, നോക്ക്, സ്പർശം എന്നിവയാൽ ബ്രഹ്മാദിദേവന്മാർ പോലും മായയുടെ പിടിയിൽപ്പെട്ടിട്ടുണ്ട്. ജ്ഞാനം അരികിലുണ്ടെങ്കിലും അജ്ഞത മൂലം അത് കാണാൻ കഴിയാതെ പോകുന്നു. കന്നട്ടകൾ പശുവിൻ്റെ അകിടിൽ പറ്റിപ്പിടിച്ച രക്തമാണ് കുടിക്കുക. അമൃതതുല്യമായ പാൽ സ്വീകരിക്കുന്നില്ല. വിടർന്നു നിൽക്കുന്ന താമരയിലെ തേൻ നുകരാൻ തവള ശ്രമിക്കുന്നില്ല. അതിനു പകരം താമരയ്ക്ക് ചുറ്റും കറങ്ങി നടക്കുന്ന ഭ്രമരങ്ങളെയോ ക്ഷുദ്രപ്രാണികളെയോ അവൻ സ്വാദോടെ ഭക്ഷിക്കുന്നു. തവള ചെളിയിൽ പുളഞ്ഞാണ് ആനന്ദം അനുഭവിക്കുന്നത്. ശരീരമുള്ള കാലമേ ബ്രഹ്മജ്ഞാനം നേടാനാകൂ. അതിനർത്ഥം ശരീരം പോയാൽ ആ ജ്ഞാനവും ഇല്ലാതാകുന്നു എന്നല്ല. മൺകുടം തകർന്നാലും മണ്ണ് ഇല്ലാതാകുന്നില്ല. മണ്ണിൻ്റെ കുടമെന്ന രൂപമേ ഇല്ലാതാകുന്നുള്ളൂ. രൂപത്തിനേ മാറ്റം വരുന്നുള്ളൂ, അതിൻ്റെ സത്ത നശിക്കുന്നില്ല. അതുപോലെ ശരീരം പോയാലും നമ്മിലെ സത്തയായ ബ്രഹ്മജ്ഞാനം ഇല്ലാതാകുന്നില്ല. ശരീരം മറ്റൊരു രൂപം പ്രാപിച്ചെന്നേയുള്ളൂ. മനസ്സാണ് സുഖദുഃഖങ്ങൾക്ക് കാരണം. ഈ മനസ്സു പവിത്രമായാൽ ഈശ്വരജ്ഞാനം എളുതായി നേടാം. മനം ശുദ്ധമാക്കാൻ ഈശ്വരഭക്തി കൊണ്ടേ സാധിക്കൂ. അതുകൊണ്ട് നമ്മിലുള്ള ജ്ഞാനത്തെ മറയ്ക്കുന്ന അജ്ഞാനത്തെ തിരിച്ചറിയുക. എന്നിട്ട് ആ അജ്ഞതയെ അകറ്റുക. അപ്പോൾ നമ്മിലുള്ള ജ്ഞാനം സ്വയം പ്രകാശിതമാകും. കണ്ണാടിയിൽ പൊടിപടലങ്ങൾ പറ്റിയാൽ അത് തുടച്ചു കളഞ്ഞാൽ കണ്ണാടി പഴയതുപോലെ തിളങ്ങും. നമ്മുടെ മുഖം കാണാനുമാകും. പുക മൂടിയിരിക്കുമ്പോൾ അഗ്നിയെ കാണാനാകില്ല. പുക ഊതി അകറ്റുക, അപ്പോൾ അഗ്നി ജ്വലിക്കും. അതുപോലെ മോഹ, ക്രോധ, ലോഭങ്ങളെ അകറ്റുക. ജ്ഞാനാഗ്നി ജ്വലിക്കുന്നത് കാണാം. രാഹു ചന്ദ്രനെ വിഴുങ്ങുന്ന പോലെ, ശുദ്ധജലത്തെ പായൽ മൂടിയിരിക്കും പോലെ അജ്ഞത നമ്മിലെ ജ്ഞാനത്തെ മറച്ചിരിക്കുന്നു. അതകറ്റുകയാണ് ആദ്യം വേണ്ടത്. ഇതൊക്കെ എളുപ്പത്തിൽ പറയാൻ കഴിയുമെന്ന് മാത്രം. പക്ഷേ മഹാജ്ഞാനികൾ പോലും ഈ മായയുടെ പിടിയിൽ വീണിട്ടുണ്ട്. പരിഹാരം എന്തെന്നറിഞ്ഞിട്ടും അവർ നിയന്ത്രണ ശക്തിയില്ലാതെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ പെടുന്നു. ചെയ്യരുതാത്തത് ചെയ്യുന്നു. ആദ്യമൊക്കെ പാപകർമ്മങ്ങൾ ചെയ്യാതെ കഠിനമായി പ്രയത്നിച്ചവർ പിന്നെ അത് ചെയ്യാൻ പ്രേരിതരാകുന്നു. ദീപത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ഇയാമ്പാറ്റയെ പോലെ അവർ നാശത്തിലേക്ക് പറന്നെടുക്കുകയാണ്. എന്താണ് ഇതിനെല്ലാം കാരണം? മോഹം തന്നെ. ഈ മോഹം തടയപ്പെടുമ്പോൾ അത് ക്രോധമാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ചുവടുവയ്പ്പിലും ഏറെ സൂക്ഷിക്കണേ. ഈശ്വരജ്ഞാനമാകുന്ന നിധിക്ക് ചുറ്റും വല വിരിച്ചിരിക്കുകയാണ് മോഹം. അത് വെള്ളമില്ലാതെ നമ്മെ മുക്കിക്കൊല്ലും, തീയില്ലാതെ നമ്മെ ദഹിപ്പിക്കും, ആയുധമില്ലാതെ നമ്മെ കുത്തിക്കീറും, കയറില്ലാതെ ബന്ധിക്കും. അതുകൊണ്ട് ജാഗ്രത, ജാഗ്രത. ചന്ദനമരച്ചൂട്ടിൽ വിഷസർപ്പമുണ്ടാകും. അതിനെ ഓടിക്കാതെ ചന്ദനമരം സ്വന്തമാക്കാനാവില്ല. അതുപോലെ ഈശ്വരനെ വേണമെങ്കിൽ ഹീനമായ കാമക്രോധമോഹങ്ങളെ അകറ്റുക തന്നെ വേണം. അതുകൊണ്ട് ഭക്തി പരിപോഷിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ സഹായത്തോടെ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. ജ്ഞാനം നമ്മിൽ സ്വയം പ്രകാശമാണ്. അത് പഠിപ്പിക്കേണ്ടതോ ചൂണ്ടിക്കാണിച്ചു തരേണ്ടതോ ഒന്നുമല്ല. അജ്ഞാനം കൊണ്ട് അത് മറഞ്ഞിരിക്കുകയാണ്. ആ അജ്ഞാനം മാറ്റിയാൽ ജ്ഞാനപ്രഭ സ്വയം വെളിപ്പെടും. ഒരു രത്നം ചളിയിൽ പോയെന്ന് കരുതൂ. ഏറെക്കാലം അത് അവിടെ പുതഞ്ഞു കിടക്കുന്നു. അതിൻ്റെ സ്മരണ പോലും ഇല്ലാതായി. എന്നെങ്കിലും ഒരിക്കൽ വിധിവശാൽ ആരെങ്കിലും അത് കണ്ടെത്തിയാൽ ആദ്യം അതിന് തിളക്കം തോന്നിച്ചെന്നു വരില്ല. പക്ഷേ അതിൽ അഴുക്ക് നീക്കിയാൽ, ഉരച്ച് മിനുസപ്പെടുത്തിയാൽ പഴയ കാന്തി പ്രസരിക്കുകയായി. ഇതേ വിധമാണ് അജ്ഞാനത്താൽ ജ്ഞാനം മൂടി മങ്ങി മറഞ്ഞു കിടക്കുന്നത്.
ഈ ലോകം വർണ്ണാഭം. മായയുടെ തിളക്കവും പളപളപ്പും കാണുമ്പോൾ അറിവുള്ളവർ പോലും പെട്ടുപോകുന്നു. അതിൽ സുഖം ലഭിക്കുമെന്ന് കരുതി വ്യാജ വസ്തുക്കൾ സ്വന്തമാക്കുന്നു. വ്യാജവും നല്ലതും തിരിച്ചറിയാവുന്ന ഒരാൾക്ക്, അതായത് സദ്ഗുരുവിന്, നമ്മെ ശരിയായി നയിക്കാനാകും. ആ നിമിഷം നമ്മുടെ അജ്ഞത മറയുകയും ചെയ്യും. ഭക്തിയില്ലാത്തവന് മുക്തിയില്ല. പ്രഭാഷണങ്ങൾ കേട്ടതുകൊണ്ടോ വേദസൂക്തങ്ങൾ പഠിച്ചതുകൊണ്ടോ ഗംഭീര ചർച്ചകൾ ചെയ്തതുകൊണ്ടോ പരമമായ ജ്ഞാനം സിദ്ധിക്കില്ല. അതിനു വേണ്ടത് തികഞ്ഞ മനഃശുദ്ധിയും സദ്ഗുരു കൃപയും. ഷഡ്ദർശനങ്ങൾ പോലും ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് വിവരിക്കാനാവാതെ കുഴങ്ങുകയാണ്. അജ്ഞാനത്തെക്കുറിച്ച് കുറേ സംസാരിച്ചു. ഈ ഗ്രന്ഥത്തെ പുകഴ്ത്തുന്നവരും ഇകഴ്ത്തുന്നവരും കണ്ടേക്കാം. എനിക്കവർ ഇരുവരും നാരായണമൂർത്തികൾ തന്നെ. സായീശ്വരൻ്റെ മാനവാവതാരം നമ്മെ കരുണാപൂർവ്വം ധർമ്മപാതയിലൂടെ നയിക്കുന്നതിനും നമ്മിലെ ദുശ്ചിന്തകളും ദുർവികാരങ്ങളും ഇല്ലാതാക്കുന്നതിനുമാണ്. ഈ ഹേമദ് അവിടുത്തെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കുന്നു. 50-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.